നേപ്പാൾ കള്ളന്മാർ പരവൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെത്തി. വലിയൊരു സംഭവമായി മാറേണ്ടത് എന്തായാലും അത് നാട്ടുകാരെ ഇടപെടൽ കൂടി കള്ളന്മാരെ നാട്ടുകാർ പിടികൂടി. പരവൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഹരിഹര സ്കൂളിലെ അതിനടുത്ത് താമസിക്കുന്ന അവിടുത്തെ പ്രിൻസിപ്പൽ ദീപ ആർ ചന്ദ്ര, അവരുടെ ഭർത്താവിൻ്റെ അമ്മ ശ്രീദേവി, അവരുടെ വീട്ടിലൊരു ഹോം നേഴ്സുണ്ട് സിന്ധു, അമ്മയെ നോക്കാനായിട്ട്. ഇവർ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഭർത്താവ് ചന്ദ്രൻ ബാംഗ്ലൂർ പോയി ഔദ്യോഗികമായ എന്തോ ആവശ്യത്തിന്. അമ്മ ശ്രീദേവിയും ഭാര്യ ദീപയും വീട്ടിൽ അമ്മയെ നോക്കുന്ന സിന്ധു എന്ന ഹോം നേഴ്സും. ആ വീട്ടിലെ ഒരു ജോലിക്കാരി, അടുക്കളയ്ക്ക് ഒരു ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് കരുതിയിട്ട് അവർ 2 ആഴ്ച മുമ്പ് പരവൂര് പുത്തൻകുളത്തുള്ള ഒരു നേപ്പാളിയെ പരിചയമുണ്ട്, അയാളെ എടുത്ത് ചോദിച്ചു. അയാൾ പുത്തൂരുള്ള അഭിഷേക് എന്ന ഒരു നേപ്പാളിലെ ഫോൺ നമ്പർ കൊടുത്തു. ആ നേപ്പാളി ഉടനെ കോകില എന്ന ഒരു പെൺകുട്ടിയെ ആ വീട്ടിലേക്ക് അയച്ചു അടുക്കളപ്പണിക്ക്. 2 ആഴ്ച ആ കുട്ടി നല്ലതായിട്ട് ആഹാരമൊക്കെ വെച്ച് കൊടുത്തു. നല്ല സാമ്പത്തികം ഉള്ള ഒരു കുടുംബമാണ് എന്ന് അവൾക്ക് തോന്നി. ആ ശ്രീദേവി അമ്മയുടെ മകൻ ചന്ദ്രൻ ബാംഗ്ലൂർ ഔദ്യോഗികമായിട്ട് എന്തോ കാര്യത്തിന് പോയി. ഇതിൻ്റെ സമീപത്തുള്ള ക്ഷേത്രത്തിൽ അന്ന് വലിയ ഉത്സവമാണ്, ധാരാളം ആൾക്കാർ വന്നു പോകുന്നു. ഇവരുടെ വീടിൻ്റെ അടുത്തുകൂടെ നേപ്പാളികളായ 3-4 പേര് സഞ്ചരിക്കുന്ന പലരും ശ്രദ്ധിച്ചു. ഉത്സവത്തിന് വന്നതായിരിക്കും എന്ന് കരുതി. അതിലൊരാൾ അവിടുത്തെ ഒരു കടയിൽ ചെന്ന് ഒരു മൊബൈൽ ചാർജർ വാങ്ങിച്ചു. അവർ 4 പേരെ കണ്ടു. ഏതായാലും രാത്രിയായപ്പം ബാംഗ്ലൂരിൽ നിന്ന് ദീപയുടെ ഹസ്ബൻഡ് ചന്ദ്രൻ ദീപയെ എൻ്റെ ആവശ്യത്തിന് വിളിച്ചു. രാത്രിയിൽ അവർ ഫോൺ എടുത്തില്ല. അതെന്താ ഫോൺ എടുക്കാത്തത്? പല പ്രാവശ്യം വിളിച്ച് ഫോൺ എടുക്കുന്ന. അമ്മയ്ക്കൊരു ഫോണുണ്ട്, ശ്രീദേവി അമ്മയെ അവരുടെ ഫോണിൽ വിളിച്ചു, അവർ ഫോൺ എടുക്കുന്നില്ല. ഹോം നേഴ്സ് സിന്ധുവിനൊരു ഫോണുണ്ട്, അതിൽ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ഏതായാലും ചന്ദ്രന് സംശയം തോന്നി. എൻ്റെ അടുത്ത് താമസിക്കുന്ന ബന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞു, വീട്ടിലാരും ഫോൺ എടുക്കുന്നില്ല, അവിടെ വരെ അത്യാവശ്യമായിട്ടൊന്ന് ചെല്ല്. ബന്ധു അവിടെ ഓടിച്ചെന്നു. മുൻവശത്തെ ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്. വീടിൻ്റെ മുൻവശത്ത് വാതിൽ തുറന്നപ്പോണ്ട് ലൈറ്റും ഒക്കെ കിടപ്പുണ്ട്. പക്ഷേ ആരെയും കാണാനില്ല. ഓടി വീടിനകത്ത് ചെന്നു. അങ്ങോട്ട് പോയപ്പോൾ 2 പേര് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കണ്ടു. എന്തായാലും നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി. ആ വീട്ടിലെ അംഗങ്ങൾ ശ്രീദേവിയും മകൻ്റെ ഭാര്യ ദീപയും അവിടുത്തെ സിന്ധു എന്ന ഹോം നേഴ്സും ബോധരഹിതരായി കട്ടിലിൽ കിടപ്പുണ്ട്. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കി. കൊല്ലത്തെ ഹോസ്പിറ്റലിൽ അവർ ബോധം തെളിഞ്ഞു. അവരെ ആഹാരത്തിൽ വിഷാംശം എന്തോ ചേർത്ത് കൊടുത്തു. പക്ഷേ വീട്ടിൽ പുത്തൂരുള്ള നേപ്പാളി അയച്ച കോകിലെ കാണാനില്ല. പോലീസ് CCTV ദൃശ്യങ്ങൾ നോക്കി. ഒരു ബാഗുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു. CCTV ദൃശ്യത്തിൽ 4 നേപ്പാളുകാരെ കണ്ടു, 4 ആൾക്കാരെ കണ്ടു. ഏതായാലും ആൾ ഓടിയപ്പം പരിസരത്ത് തന്നെ ഉണ്ടാവും നാട്ടുകാരും പരിസരവാസികളും എല്ലാം കൂടെ. ആ ഏരിയ മുഴുവൻ തപ്പി. അപ്പം അതിനടുത്ത് ഒരാൾ വീണ് പരിക്കേറ്റ് കിടക്കുന്ന കണ്ടു. അയാളുടെ കയ്യിലൊരു ബാഗുണ്ട്. ബാഗിൽ ആ വീട്ടിൽ നിന്ന് എടുത്ത 35,000 രൂപയുണ്ട്. അവിടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളുണ്ട്. അയാളുടെ കാലിന് ഒടിവ് പറ്റിയിരിക്കുന്നു. ഈ ബന്ധു വന്ന് കയറിയപ്പം എല്ലാവരും ഓടിയപ്പോൾ ഇയാൾ മതിലിൻ്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി. ഇയാളുടെ കയ്യിലാണ് ബാഗും, ആ ബാഗിനകത്ത് ക്യാഷും സ്വർണ്ണവും ഉള്ളത്. അയാൾക്ക് ഓടാൻ മേലാതെ അവിടെ വീണ് കിടന്നു. നാട്ടുകാർ ഏരിയ മുഴുവൻ തപ്പിയപ്പോൾ ഇയാളെ കിട്ടി.
നേപ്പാളുകാരനാണെന്ന് മനസ്സിലായി. അയാൾ നേപ്പാൾ സ്വദേശി രാംകുമാർ ആണെന്ന് പറഞ്ഞു. 42 വയസ്സ് പ്രായമുണ്ട്. അയാളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഓടിപ്പോയി എന്നാണ് അയാൾ പറഞ്ഞെങ്കിലും നാട്ടുകാരും പരിസരവാസികളും ആ ഏരിയ മുഴുവൻ തപ്പി വെളുപ്പാങ്കാലത്ത് ജനാർദ്ദന ഉപാധ്യായ എന്ന ഇവൻ്റെ കൂട്ടുകാരനെയും കിട്ടി. അപ്പോൾ 2 പേരെ പോലീസിന് ഏൽപ്പിച്ചു. ആ പോലീസ് നോക്കിയപ്പം ദൃശ്യത്തിൽ ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാണാൻ ബാഗുമായിട്ട് പോകുന്നു. എന്തായാലും അവളാണ് ഇതിൻ്റെ ഒരു കേന്ദ്ര കഥാപാത്രം. അതിൻ്റെ മോഡസ് ഓപ്പറാണ്ടി അങ്ങനെയാണ്. ആഹാരത്തിൽ അവർ വിഷാംശം ചേർത്ത് കൊടുത്തു. 3 പേരും ബോധരഹിതയായി. ഈ കോകില എന്ന പെൺകുട്ടിയാണ് കൊടുത്തത്. ഇവളെ അയച്ച അഭിഷേക് പുത്തൂരുള്ള അവനെ 1-ാം പ്രതിയാക്കി പരവൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. 2-ാം പ്രതി കോകില, 3-ാം പ്രതി നേപ്പാൾ സ്വദേശികളായ രാംകുമാറും ജനാർദ്ദന ഉപാധ്യായും 3ഉം 4ഉം പ്രതികൾ. ആ പെൺകുട്ടി അവരെല്ലാം കൂടെ അവിടെ വീട്ടിൽ വന്ന് കയറിയ 4 പേരെ, പെൺകുട്ടി 5, പുത്തൂരിലുള്ള ഇവരെ അറേഞ്ച് ചെയ്തവൻ 6 പ്രതികളെ പ്രതിയാക്കി പരവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2 പേരെ അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയെ കിട്ടിയില്ല, മറ്റ് 2 പേരെയും കിട്ടിയിട്ടില്ല. ഏതായാലും പുത്തൂർ ഇവരെ അയച്ച അഭിഷേകം നല്ല കള്ളനായിരിക്കും. അവൻ കേരളത്തിൽ പല സ്ഥലത്തും ഇതുപോലെ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവണം. അയാൾക്ക് വന്നപ്പം കോവിലെ അയച്ചു കൊടുത്തപ്പം പറ്റിയ വീടാണെന്ന് കോവിലയിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടി. സാമ്പത്തികമുള്ളവരാണ്, വലിയ വീടാണ്, അവിടെ ഒരു ഹോം നേഴ്സുണ്ട്. അപ്പം അവർ LP സ്കൂളിലെ പ്രിൻസിപ്പളാണ്, അവിടുത്തെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ് ആ ചന്ദ്രൻ്റെ ഭാര്യ ദീപ. എല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോൾ ഓപ്പറേഷന് പറ്റിയ ഒരു സ്ഥലം തന്നെ. എന്തായാലും പാളിപ്പോയി അവരുടെ കാര്യങ്ങൾ. ആ കൊടുത്ത വിഷാംശം അത് കട്ടിയുള്ളതാണ്, എന്താണ് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്ത് അരുചി തോന്നാതെ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടാവണം. എന്തായാലും അവർ 3 പേരും രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഈ രീതിയിൽ മന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന പലരും പല രീതിയിലുള്ള മർഡർ ചെയ്തിട്ട് നമുക്കറിയാം, മോഷണം ചെയ്യുന്നവരെ നമുക്കറിയാം. പക്ഷേ അവിടുന്ന് വരുന്ന സ്ത്രീകളും ഇതുപോലെയുള്ള വീടുകളിൽ നിന്ന് അവർക്ക് വിഷാംശം കലർന്ന ഭക്ഷണപദാർത്ഥം കൊടുത്ത് മയക്കി കിടത്തി സ്വർണം കൊണ്ടുപോകുന്നതിലേക്ക് വഴിപ്പെട്ടു. അവൾ നിരപരാധിയാണ്, അവൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചായിരിക്കണം ഇവിടെ വിളിച്ചു വരുത്തി. ഇവളുടെ ബന്ധുക്കളാണോ അതോ അയലൂരുള്ള അയാൾ ഇവരെ അയച്ച അഭിഷേകാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പോലീസ് ധാരാളം അന്വേഷിക്കാനുണ്ട്. തൊണ്ടി മുതൽ ഏതായാലും ഭൂരിപക്ഷം കിട്ടിയെന്നാണ് കരുതുന്നത്. മറ്റ് 2 പേരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. എങ്കിലും അവിടുത്തെ ഉത്സവത്തിനനുബന്ധിച്ച് ഈ 4 നേപ്പാളികാർ അവിടെ വന്നതും അതിൻ്റെ പരിസരത്തുള്ള കടയിൽ ഒരു മൊബൈൽ ചാർജർ വാങ്ങിച്ചതും ഈ വീടിൻ്റെ പരിസരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതൊക്കെ കണ്ട് ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇവർ നേപ്പാൾ സ്വദേശികളാണ്, മലയാളികളല്ല. അപ്പോൾ അത് ഒരു സ്ട്രേഞ്ചേഴ്സായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഏതായാലും ഈ 2 പേരെ കിട്ടിയോടുകൂടി കേസിൻ്റെ തെളിവുകളെല്ലാം കൃത്യമായിട്ട് പോലീസിന് കണ്ടെടുക്കാൻ പറ്റും. ഏതായാലും നേപ്പാൾ വഴിയുള്ള സ്ഥലങ്ങളിലും കള്ളന്മാർ നല്ലതുണ്ട്, നല്ല മർഡർ ചെയ്യുന്നവരുണ്ട്. അവർ ഇന്ത്യയുടെ പല ഭാഗത്തും ഇതുപോലെ പല കേസുകളും നടത്തിയ നേപ്പാളുകാരുണ്ട്. കേരളത്തിൽ പൊതുവേ മറ്റുള്ള സംസ്ഥാനത്തു നിന്ന് വരുന്നവരെക്കാട്ടിലും ബെറ്ററായ ആൾക്കാരാണ് നേപ്പാളുകാർ. ഇവിടുത്തെ പഴയ കാലം മുതൽ നേപ്പാളുകാരാണ്. രാത്രിയിൽ പല സ്ഥലങ്ങളിലും നേപ്പാൾ ഗൂർഖകളുണ്ട്. നമ്മൾ ഗൂർഖയെന്നാണ് ഇതിന് പറയുന്നത്. അവർ പല സ്ഥലങ്ങളിലും നൈറ്റ് പെട്രോളിന് അവർ ഇപ്പോഴും വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് എൻ്റെ വീടിനടുത്തൊരു നേപ്പാളി ഇവിടെ രാത്രി സഞ്ചരിക്കുന്നുണ്ട്. ഈ റെസിഡൻറ്റ് അസോസിയേഷനിലെ എല്ലാ വീടുകളിലും വന്നു പോകുന്ന, സൈക്കിളിൽ പോകുന്ന ഒരു നേപ്പാളിയുണ്ട്. പക്ഷേ പൊതുവേ അവരെ പറ്റി മോശമായ അഭിപ്രായങ്ങളൊന്നുമില്ല. കേരളത്തിൽ വർഷങ്ങളായിട്ട് നേപ്പാളികൾ വന്ന് ജോലി ചെയ്ത് മടക്കുന്നവരുണ്ട്. പല സ്ഥലങ്ങളിൽ നേപ്പാളി കുടുംബങ്ങൾ തലമുറകളായിട്ട് പല വീടുകളിലും ചങ്ങനാശ്ശേരി, കോട്ടയം, കാഞ്ഞിരപ്പള്ളി സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന എനിക്കറിയാം. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന തലമുറയിൽ എന്ന വ്യത്യാസം അത് നമ്മൾ സൂക്ഷിക്കണം. പഴയ കാലത്തെ ഗൂർഖകളെ വിശ്വസിച്ച് നമ്മൾ പലരുടെ വീട്ടിലും ജോലി ചെയ്യുന്ന തലമുറകളായിട്ട് ജോലി ചെയ്യുന്ന എനിക്കറിയാം. എന്തായാലും പോലീസിൻ്റെ അവിടുത്തെ റൂറൽ SP അദ്ദേഹവും കിരൺ നാരായണനും അതുപോലെ തന്നെ വർക്കല ASP ഉണ്ട് ദീപക് തൻഗർ, അവരൊക്കെ സടകുഴന്ന് എഴുന്നേറ്റ് ഈ കേസിൻ്റെ പുറകെ പോയി ഏതായാലും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ കാഴ്ചവെച്ചിട്ട് ഇവരെ കൺവിക്റ്റ് ചെയ്യും. ഈ 6 പേരെയും കൺവിക്റ്റ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്.